സംഗീതം എന്ന് പറഞ്ഞാൽ സംഗീതം അനന്തസാഗരമാണെന്നൊക്കെയാണ് പറയുന്നത്, അവസാനിക്കുന്നില്ല. എവിടെ ചെന്നാലും പാട്ട് പാടുന്നവരെ സംബന്ധിച്ച് അവരുടെ ആ ഒരു കഴിവിനെ മറ്റൊരു ഇതുമായിട്ട് എനിക്ക് കമ്പയർ ചെയ്യാൻ തോന്നുന്നില്ല. കാര്യം സംഗീതം എന്ന് പറയുന്ന ഒരു ദൈവികമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഗാനഗന്ധർവൻ യേശുദാസിനെ. ഇപ്പോൾ യേശുദാസിന് നമുക്ക് ഗുരുവായൂരമ്പലത്തിൽ പ്രവേശനമില്ല, പക്ഷേ ഗുരുവായൂരമ്പലത്തിൽ പ്രവേശനത്തിന് വേണ്ടി ഒരുപാട് പാട്ടുകളൊക്കെ അദ്ദേഹം പാടിയിട്ടുണ്ട്. ഗുരുവായൂരമ്പലത്തിൽ കയറാൻ വേണ്ടിയിട്ടും ആ ഒരു വിഷമം വെച്ച് തന്നെ സെൻറ്റൻസുകളുള്ള ഒരുപാട് പാട്ടുകളുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത് ആ ഒരു ഗുരുവായൂർ അമ്പലത്തിനെ മാത്രം ചൂസ് ചെയ്തെന്നല്ല, ഒരുപാട് ക്ഷേത്രങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ആയിട്ട് അവിടെ ഇവിടങ്ങളിലൊക്കെ ഇപ്പോഴും അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നുള്ളൊരു ബോർഡ് പുറത്ത് സ്ഥാപിച്ചിട്ടുള്ള ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഒരു നിയമം അതെന്തിനു വേണ്ടിയാണ്? അത് നല്ലതായിട്ട് തോന്നുന്നുണ്ടോ? അങ്ങനെ ഏതെങ്കിലും ദൈവം അങ്ങനെ ഒരു അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല അല്ലെങ്കിൽ എൻ്റെ അടുത്തോടെ അഹിന്ദുക്കളാരും വരരുത് എന്നൊരു രീതിക്ക് ഏതെങ്കിലും ദൈവം പറഞ്ഞിട്ടുള്ളതായിട്ട് പുരാണങ്ങളിലോ അങ്ങനെ എന്തെങ്കിലും ശ്രുതിക്കറിയോ? ഇല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതെന്താ പറയാ, മനുഷ്യന്മാര് ക്രിയേറ്റ് ചെയ്യുന്ന കുറെ കാര്യങ്ങളാ, ആചാരങ്ങളൊക്കെ. പക്ഷെ എന്താ പറയാ, മനുഷ്യരായിട്ട് ഉണ്ടാക്കുന്ന കുറെ നിയമങ്ങളുണ്ട്, പുതുതായിട്ട് ഉണ്ടാക്കിയ ഒരുപാട് നിയമങ്ങളുണ്ട്. അത് മനുഷ്യന്മാരായിട്ട് ഉണ്ടാക്കിയതല്ല. ദൈവങ്ങൾക്ക് എന്ന് പറയുന്നത് എല്ലാവരും ഒരേപോലെയാണ്. അതിപ്പോ ഓരോ മതസ്ഥർക്കാണെങ്കിലും അവരുടേതായ ഒരു ആചാരങ്ങളും അവരുടേതായ വിശ്വാസങ്ങളൊക്കെ അവർ പിന്തുടർന്ന് പോകുന്നു എന്നുള്ളത്. ദൈവം എന്ന് പറയുന്ന എല്ലാവർക്കും ഒന്നേ ഉള്ളൂ എന്നുള്ളതൊക്കെയാണ് പൊതുവെ നമ്മൾ പറയുന്ന കാര്യം. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്താ പറയുക, മനുഷ്യരല്ലേ, എല്ലാവരും മനുഷ്യന്മാരല്ലേ, ആ ഒരു ഗണം മാത്രം കൂട്ടുക എന്നുള്ള രീതിക്ക് മാത്രം. ഇപ്പോൾ നമ്മുടെ യേശുദാസ് ആണെങ്കിലും തന്നെ അദ്ദേഹം പാടാത്ത പാട്ടുകളില്ല. അദ്ദേഹം എന്താ പറയാ, ഒന്നും വേണ്ട, നമ്മുടെ ശബരിമലയിൽ നമ്മുടെ അയ്യപ്പൻ ഉറങ്ങുന്നത് അദ്ദേഹത്തിന്റെ പാട്ട് കേട്ടാണ് ഉറങ്ങുന്നത്. അതിലവർക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കേണ്ടത്, ഇപ്പം നമുക്ക് ഗുരുവായൂരമ്പലത്തിലും ഈ ഇത്തരത്തിലെ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വെച്ചിരിക്കുന്ന അമ്പലങ്ങളിലെ എല്ലാം ഈശ്വരന്മാരെ വിളിച്ച് ഈ പറഞ്ഞ ക്രിസ്ത്യൻസ് എന്നല്ല മുസ്ലിംസ് എന്നല്ല എല്ലാവരും പാട്ട് പാടുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവരെ കൊണ്ടൊക്കെ പാടിക്കാതെ ഹിന്ദുക്കളെ കൊണ്ട് മാത്രം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇതിന്റെ കാര്യം ഇതേപോലെ തന്നെയാണ് ഇപ്പൊ ഈ മറ്റേ സംഭാവനകൾ മേടിക്കുന്ന കാര്യത്തിൽ എന്തുകൊണ്ട് ഈ തരത്തിലുള്ള മതപരമായിട്ടുള്ള ചിന്തകളൊന്നും കാണിക്കാത്തത്? അതിനവരെ എല്ലാ മതസ്ഥരെയും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ആൾക്കാരെ നിന്നും സ്വീകരിക്കും, അതിലൊരു പ്രശ്നവും തന്നെ കാണുന്നില്ല. പക്ഷെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മുടെ വിശ്വാസമാണ്, നമ്മൾ ഏത് മതത്തിൽ വിശ്വസിക്കണം, ആരെ ആരാധിക്കണം എന്ന് എന്താ പറയാ നമ്മളാണ് വിചാരിക്കേണ്ടത്. അത് നമ്മുടെയൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇതാണ്. ഇപ്പൊ അമ്പലങ്ങളിൽ ഇപ്പൊ കാണിക്കയ്ക്ക് വരും ഗൂഗിൾ പേ വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ സ്കാൻ ചെയ്തും പൈസ കൊടുക്കാം. എന്നാലും ഇത്തരത്തിലുള്ള വർഗീയ ചിന്തകൾ മാറേണ്ട സമയം കഴിഞ്ഞു. ഇപ്പോഴും ഗുരുവായൂർ അമ്പലത്തിൽ ചെമ്പൈ സംഗീതോത്സവത്തിന് അഹിന്ദുക്കൾക്ക് പാട്ട് പാടാൻ പറ്റില്ല. ഹിന്ദുസിന് മാത്രമേ അവരുടെ ആ ഒരു ആപ്ലിക്കേഷൻ ഫോമിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അഹിന്ദുക്കളായിട്ടുള്ളവർക്ക് അവിടെ പ്രവേശനമില്ല എന്നുള്ള രീതിക്കൊരു ഇതുണ്ട്. എന്തിനാണ് അത്തരത്തിലൊരു നിയമം വെച്ചേക്കുന്നതെന്ന് എനിക്കറിയില്ല. കാര്യം പാട്ട് പാടുക അതൊരു ദൈവികമായിട്ടുള്ള കാര്യമാണ്. തുടക്കം പറഞ്ഞതിൻ്റെ തന്നെ കാര്യം ഇതാണ്. ഇത്തരത്തിലുള്ള ദൈവികമായിട്ടുള്ള ഒരു കഴിവുകളെ നമുക്ക് അമ്പലമെന്നോ പള്ളിയെന്നോ അല്ലെങ്കിൽ വേറെ മസ്ജിദെന്നോ ഒന്നുമില്ലാതെ അത് നമുക്ക് ചെയ്യാൻ പറ്റും. കാര്യം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് തന്നെ കണ്ടുപോവാം. പക്ഷേ ഇവിടെ ഇത്തരത്തിലൊരു നിയമങ്ങൾ എന്തിനാണ്? ഹിന്ദുക്കൾ വന്നു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും അശുദ്ധി വരുമോ? എങ്ങനെയാണ് അത് അശുദ്ധിയായിട്ട് ഇവർ കാണുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പൊതുവെ പറയുന്ന രീതി എന്ന് പറയുന്നത് അവര് ബീഫ് കഴിക്കുന്നുണ്ട്, അതുപോലെ നമ്മളെ ആചാരങ്ങളല്ല ഒന്നും അനുഷ്ഠിച്ചു വരുന്നവരല്ല. പിന്നെ പൊതുവെ ഇതിനകത്ത് പറയുന്ന ഒരൊറ്റ കാര്യം എന്ന് വെച്ചാൽ ഇവർ പശുക്കളെ പോലും ആരാധിക്കാത്ത ഒരു കൂട്ടരാണ്. ഇപ്പൊ മുസ്ലിങ്ങളാണെങ്കിലും മറ്റു മതസ്ഥരാണെങ്കിലും ഒക്കെ പറയുന്നത് പരാമർശിക്കുന്ന അത്തരത്തിലുള്ള രീതിയിലാണ്. പക്ഷെ എല്ലാവരും ഇപ്പൊ അറിയുന്ന നമ്മളിപ്പം ഹിന്ദുക്കളാണെങ്കിലും മുസ്ലിങ്ങളോ അതിപ്പോ ഏത് മതമാണെങ്കിലും എല്ലാവരും ഇതൊക്കെ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഇതൊക്കെ കഴിക്കുന്നുണ്ട്. ഒരു എന്താ പറയാ, ബീഫ് കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് അല്ലേ? അതേപോലെ അങ്ങനെയൊക്കെ കുറെ ചിന്തകൾ കൊണ്ടാണ് ഇങ്ങനെ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നുള്ള പരിപാടിയൊക്കെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഗുരുവായൂർ അമ്പലം തന്നെ എടുത്ത് നോക്കുകയാണെങ്കിലും ഇപ്പൊ ഇവര് പറയുന്ന പോലെ ഇന്ന തരത്തിലുള്ള ആൾക്കാർ മാത്രം കയറിയാൽ മതി. അങ്ങനെ ആകുമ്പോൾ അതിനനുസരിച്ചായിരിക്കണം എല്ലാ തരത്തിലുള്ള അവരുടെ ആചാരങ്ങളും എല്ലാ തരത്തിലും. ഇതും അന്ന് പിന്നെ ആ ഒരു കാറ്റഗറി ആൾക്കാർക്ക് മാത്രം അവിടെ പ്രവേശനം, അല്ലാത്തവരെ പ്രവേശിപ്പിക്കും വേണ്ട, അവിടെ നിന്നും സംഭാവനകൾ മേടിക്കേണ്ട, ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും അല്ലേ, ഒന്നും തന്നെ എന്താ കൈപ്പറ്റാതിരിക്കുക. ഇതിപ്പം ശുദ്ധിയുടെയും വൃത്തിയുടെയും ഒക്കെ കാര്യങ്ങൾ നോക്കാൻ നേരത്ത് നമ്മളിപ്പോൾ പറയാം അമ്പലത്തിൽ പോകുമ്പോൾ മീനും ഇറച്ചിയൊന്നും കഴിക്കാൻ പാടില്ല എന്ന് പറയും. എന്നാൽ ചില
അമ്പലങ്ങളിൽ ഇത്തരത്തിൽ മീനിൽ വഴിപാട് കൊടുക്കുന്നവരുണ്ട്. അപ്പൊ അത് നോക്കാൻ നേരത്ത് അതിലും നമുക്കൊരു സംശയമില്ലേ. ഇപ്പൊ കണ്ണൂര് കണ്ണൂരല്ലേ പറശ്ശിനിക്കടവ് അമ്പലത്തില് പോയി കഴിഞ്ഞാൽ അവിടുത്തെ വഴിപാടെന്ന് പറഞ്ഞാൽ എന്തുവാ, ഉണക്കമീനും കള്ളും അങ്ങനെയുള്ള ഇതൊക്കെയാണ്. അപ്പൊ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ അതും ഇതുമൊക്കെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കണം, എല്ലാം നോക്കണം, എല്ലാ വശത്തുനിന്നും. ഇപ്പൊ മീൻ കഴിച്ചിട്ടോ അല്ലെങ്കിൽ ബീഫ് കഴിച്ചിട്ടോ അമ്പലത്തിൽ പോകാൻ പാടില്ല, അതൊരു അശുദ്ധിയാണെന്ന് നമ്മൾ പറയുന്നു. അതുപോലെ തന്നെ അതിന് പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പൊ കോഴികളെ മറ്റേ വെട്ടുന്നൊരു ഇതുണ്ട് അമ്പലങ്ങളില്, എന്താ പറയാ, കുരുതി കൊടുക്കുന്നത്. അത് രക്തമാണ്, അശുദ്ധി. അവിടെ നമ്മൾ ഈ അശുദ്ധി എന്ന് പറഞ്ഞ കാര്യമില്ല അവിടെ. അതൊക്കെ അവരുടെ ആചാരങ്ങള്. പക്ഷെ അങ്ങനെ കുറെ കാര്യങ്ങൾ, കുറെ അന്ധവിശ്വാസങ്ങളുണ്ട് ഇതിനകത്ത്. ഈ ഒരു അന്ധവിശ്വാസം മാറേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ യേശുദാസിനെ ആണെങ്കിലും തന്നെ, ഇപ്പോ യേശുദാസിനെ എന്താ പറയാ, ഗുരുവായൂർ അമ്പലത്തിൽ അദ്ദേഹം കയറാൻ പല പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ നടന്നിട്ടില്ല. പല കാരണത്താൽ അദ്ദേഹത്തിന് കയറാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ നിലവിൽ വരുന്ന ഇപ്പോഴത്തെ വാർത്ത എന്ന് പറയുന്നത് ശിവഗിരി മഠം എന്ന് പറഞ്ഞൊരു മഠം അദ്ദേഹത്തെ അമ്പലത്തിലേക്ക് കയറണം. അതുപോലെ RSSും പറയുന്നത് അദ്ദേഹത്തെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പ്രവേശിപ്പിക്കണം എന്നുള്ളൊരു ഇതുപോലെ നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ആജ്ഞാപനം പോലെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട് അദ്ദേഹത്തിന് കയറിക്കൂടാ എന്നുള്ള രീതിയിലാണ്. മറ്റമ്പലങ്ങളിലൊക്കെ അദ്ദേഹം പോകുന്നുണ്ട്, ദർശനം നടത്തുന്നുണ്ട്. ഗുരുവായൂർ അമ്പലത്തിൽ മാത്രം എന്താണ് ഇത്ര അല്ലേ പ്രത്യേകത? അതെ, ദൈവങ്ങള് ഹിന്ദു ആണ് ക്രിസ്ത്യൻ ആണെന്നൊക്കെ നോക്കിയിട്ടാണ്. അപ്പം അദ്ദേഹം ഒരു ഗുരുവായൂർ എന്താ പറയാ, ഗുരുവായൂരപ്പന്റെ ഭക്തൻ കൂടിയാണ്. അതെ, ഓരോ സംഗീതമൊക്കെ ആണേലും ഗുരുവായൂരപ്പനെ വിളിച്ച് പാടുന്ന കേൾക്കുമ്പോൾ ഇപ്പോഴും ചിലപ്പോൾ അത് അദ്ദേഹം ഹിന്ദു ആണോ ക്രിസ്ത്യൻ ആണോ എന്നൊന്നും നോക്കിയിട്ട് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ ക്രിസ്ത്യൻ സോങ്ങുകളാണെങ്കിലും ഹിന്ദുസിന്റെ ആണെങ്കിലും എല്ലാം ആ ഒരു ദൈവത്തിനെ ഒരു നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിക്ക് തന്നെയാണ് ഓരോ പാട്ടുകളിലും. അപ്പൊ അങ്ങനെയൊക്കെ സംസ്ഥാന സർക്കാരാണെങ്കിലും ഈ ഒരു കാര്യത്തിൽ നല്ലൊരു നിലപാട് അല്ലേ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. അമ്പലത്തിൽ ഷർട്ടിട്ട് പ്രവേശിക്കാം എന്നുള്ളതുപോലെ തന്നെ ഹിന്ദുക്കൾക്കും പ്രവേശിക്കാം എന്നുള്ളൊരു നല്ലൊരു നിയമം. അവിടെ ഒരു ജാതി മത വ്യത്യാസമില്ലാതെ, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നാണല്ലോ. അപ്പോൾ ആ ഒരു രീതിക്ക് ചിന്തിച്ച് ഇനിയുള്ള കാലത്താണെങ്കിലും ഇനിയുള്ള തലമുറയാണെങ്കിലും ഇനി അങ്ങോട്ട് ഇപ്പം ഈ ശിവഗിരി മഠത്തിൽ നിന്ന് വന്നിരിക്കുന്ന ആ ഒരു തീരുമാനം അത് ഇനിയും പ്രാവർത്തികമാക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം. കാര്യം ഒരു മതത്തിൻ്റെ പേരിലൊരു വിദ്വേഷമോ ഒരു വൈരാഗ്യമോ ഒന്നും നമ്മുടെ കേരളത്തിൽ പഴയ ആ ഒരു ഗ്രാമീണതയും ആ ഒരു സൗന്ദര്യവും ആ ഒരു സ്നേഹവും ഒക്കെ ഇനിയും ഉണ്ടാവട്ടെ. അതൊക്കെ വർഗീയത തനതായ ഒരു പാരമ്പര്യം ഉണ്ടല്ലോ. അതിപ്പോ ക്ഷേത്രങ്ങളുടെ രൂപകൽപ്പനയിലാണെങ്കിലൊക്കെ തന്നെ ഒരു തനതായ രീതി ഉണ്ട്. നമുക്കൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ ഒരു കിട്ടുന്ന ഒരു മനസ്സമാധാനം ഉണ്ട്, ഒരു പ്രത്യേക ഫീൽ ഉണ്ട് അല്ലെ. ആ ഒരു ഇത് ഇപ്പൊ ആണെങ്കിൽ തന്നെ കൊടിമരങ്ങള് അതൊക്കെ സ്വർണം കൊണ്ട് അല്ലെങ്കിൽ സ്വർണ്ണ തുലാഭാരങ്ങള് അങ്ങനെയാണ് എല്ലാ കാര്യത്തിലും ഒരു എന്താ പറയാ ഒരു പണത്തിന്റെ ഒരു ഇത് അല്ലെ മുമ്പോട്ട് കടന്നു വന്നിട്ടുണ്ട്. ഭക്തി എന്ന് മാറിയിട്ട് അതൊരു ബിസിനസ്സിലേക്ക് കടന്നിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു നിലപാട് മാറ്റി എന്താ പറയാ എല്ലാ മനുഷ്യരും ഒരുപോലെയാണെന്നുള്ള ചിന്ത വന്ന് ആദ്യം മാറ്റേണ്ടത് ആ QR കോഡ് അവിടെ മാറ്റി വെക്കുക. എന്നിട്ട് ദൈവങ്ങൾ ആരും പറഞ്ഞിട്ടില്ല പൈസ വേണം എന്നുള്ളത് അല്ലേ, ആരും തന്നെ പറഞ്ഞിട്ടില്ല. അപ്പൊ അത്തരത്തിലുള്ള നിലപാടുകളൊക്കെ മാറ്റി എല്ലാ മനുഷ്യന്മാരും ഒരേപോലെയാണ്. ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നമുക്ക് ഇഷ്ടമുള്ള മതത്തിൽ നമുക്ക് വിശ്വസിക്കാം, നമുക്ക് ഇഷ്ടമുള്ള ദൈവത്തെ നമുക്ക് ആരാധിക്കാം, അത്ര മാത്രം ചിന്തിക്കാവുള്ളൂ. കൂടുതലായിട്ട് ഇപ്പോൾ യേശുദാസിന്റെ കാര്യങ്ങൾ ഒക്കെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ അത് ആവശ്യമല്ല, അത് ശരിക്കും നടപ്പാവേണ്ട കാര്യം കൂടിയാണ് അല്ലേ. അതെ, ഇതിപ്പോൾ എനിക്ക് എല്ലാവരും ഇപ്പോൾ ക്രിസ്ത്യൻ ആണോ ഹിന്ദു ആണോ നോക്കിയിട്ട് ഇപ്പോൾ ഈ ഗുരുവായൂർ അമ്പലത്തിലാണെങ്കിൽ തന്നെ ക്രിസ്ത്യൻ ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരൊരു ലൈൻ നിന്ന് നമ്മൾ പാസ് ചെയ്ത് അതിനുള്ളിൽ ചെന്ന് പ്രവേശിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ യേശുദാസ് എന്നുള്ളൊരു വ്യക്തി ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ക്രിസ്ത്യൻ ആണെന്ന് മനസ്സിലാക്കുകയും അദ്ദേഹത്തിന് മാത്രം കയറാൻ പറ്റാതെ വരികയും. പക്ഷേ അതൊന്നും ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിക്ക് ചിന്തിക്കുക, എല്ലാവരും ഒറ്റ ജാതി ഒറ്റ മതം, ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നുള്ള രീതിക്ക് ചിന്തിച്ച് അങ്ങ് പോകുന്നത് നന്നായിരിക്കും. ഈ ഒരു വിഷയത്തിൽ അതാണ് പറയാനുള്ളത്.